നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് വീട്ടിലുള്ളവർ മുഴുവൻ ഒരേ മനസ്സോടെ ഇരിക്കുന്ന കാണാനാ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില വിട്ടുകൊടുക്കലൊക്കെ നല്ലതാ സാർ. ഇപ്പൊ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താല് സാറിന്റെ കൂടപ്പറപ്പുകളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. നാളെ മുതല് അവരതനുസരിച്ച് തിരിച്ചും പെരുമാറും. എല്ലാവർക്കും സന്തോഷാവുകയും ചെയ്യും. നന്ദിനി, ഞാൻ എന്റെ കുടുംബത്തിലുള്ളവരെ കണ്ടിട്ടുള്ള അത്രയും കാലം താൻ അവരെ ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോ തനിക്ക് തോന്നും ഞാൻ അവരോട് ഒരു സ്നേഹവും ഇല്ലാതെ പെരുമാറുന്നെന്ന്. അത് സത്യമാണ്. ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ചില തിരിച്ചടികളൊക്കെ അവരെ കൊണ്ടാ. സോ അവർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ശരി സർ, എന്നാ പിന്നെ എന്നെ ഒഴിവാക്കിക്കോ. ഓക്കെ, തന്നെ ഒഴിവാക്കാം. പക്ഷേ നാളെ ഞാനും കമ്പനിയിൽ പോകുന്നില്ല. നാളെന്ന് മാത്രമല്ല, ഇനി ഒരു ഒറ്റ ദിവസവും കമ്പനിയിലേക്ക് ഞാൻ പോകത്തേ ഇല്ല. സമാണോ? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അങ്ങനെ പറഞ്ഞാൽ ശരിയാവും, ശരിയാവണം. ഇപ്പോ ഓപ്ഷൻസ് തന്റെ കയ്യിലാണ്. ഒന്നുകിൽ ഞാൻ തീരുമാനിച്ച പോലെ മെഷീനുകളിൽ ഒന്ന് താൻ സ്വിച്ച് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ കാലാകാലത്തിന് കമ്പനിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും ഞാൻ. എന്താന്ന് വെച്ചാൽ താൻ തന്നെ സെലക്ട് ചെയ്യും. അയ്യോ, സാർ കമ്പനിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ താൻ മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു. പ്രോബ്ലം സോൾവ്. സർ, ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ആലോചിച്ച് തിരുത്താനുള്ള ഒരു തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നില്ല. മനസ്സിലായോ? മനസ്സ് ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. നന്ദിനി, താൻ ഒരു കാര്യം മനസ്സിലാക്കുക. തന്നെ അവരെത്രമാത്രം അവഗണിക്കുന്നു അത്രയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ ഞാൻ ഉയർത്തിയിരിക്കും. അവര് തോൽക്കട്ടെ, തോറ്റു ഒന്ന് സമ്മതിക്കട്ടെ. അതിനുശേഷം അത് മാറ്റി ചിന്തിക്കേണ്ടി വന്നാൽ ഞാൻ ചിന്തിക്കും. നാളെ നമ്മൾ പോകുന്നു. തന്നോട് പറഞ്ഞ ജോലി താൻ ചെയ്യുന്നു. അതിന്റെ പേരിൽ ഈ കുടുംബത്തെ എന്തു പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ ഫേസ് ചെയ്തു. അത് പിന്നെ താൻ ഇനി ഒന്നും പറയണ്ട. കിടന്നുറങ്ങ. ആലോചിച്ച് ഉറങ്ങാതെ കിടന്നില്ലെങ്കിലേ നാളെ ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റൂ. മനസ്സിലായോ? നാളെ കമ്പനി ചെന്നാല് സൂര്യ സാറിന്റെ ഭാര്യ സുന്ദരിയായിരിക്കണം. ഞാനോ? അല്ലാതെ തന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടോ? താൻ അടിപൊളിയാണോ? ശരി സർ, ഞാൻ പോയി കിടന്നുറങ്ങാം. നേരത്തെ എണീക്കാം. ചെല്ല്. മമ്മി നാളെ കമ്പനിയിലേക്ക് പോകുന്നില്ലെന്ന് വേദയോട് പറഞ്ഞോ? പറഞ്ഞു. എന്താ കാര്യം? നാളെ ഞാൻ പോയാൽ അവളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ തൂക്കേണ്ടി വരും. പതുക്കെ പതുക്കെ അവൻ എല്ലാത്തിനും പിടിമുറുക്കുക. അവള് ജയിക്കാൻ വേണ്ടി മാത്രം. നിന്നെ കൊണ്ട് ആ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യിപ്പിച്ച അത് കഴിഞ്ഞ് കമ്പനിയിലേക്ക് നിന്നെ കൊണ്ടുവരാനായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെ അതെല്ലാം ഇല്ലാതായില്ലേ. എനിക്കതിലെന്തെങ്കിലും വിഷമം ഉണ്ടാവുന്നാണോ മമ്മി കരുതുന്നത്? ഒന്നുമില്ല. മമ്മി എന്റെ പേര് ചൂസ് ചെയ്തപ്പോ സന്തോഷു എന്നുള്ളത് സത്യ. പക്ഷെ മമ്മി തോൽക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജയിക്കണമെന്നില്ല. മമ്മി തീരുമാനം മാറ്റണം. നാളെ കൃത്യസമയത്ത് കമ്പനിയിലേക്ക് പോണം. വേണ്ട, അവിടെ ചെന്നാലും സംഭവിക്കുന്നത് മറിച്ചായിരിക്കും. അവൾക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥലം. അവിടെ എന്നെയും നിന്നെയൊക്കെ ഒരു മൂലയിൽ ഒതുക്കും അവൻ. പോയില്ലെങ്കിലോ? മമ്മി, കമ്പനി പൂർണ്ണമായി അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാവും. നമ്മുടെ നന്ദി കേട്ട തൊഴിലാളികളുണ്ടല്ലോ,
സൂര്യ സാറിന്റെ ഭാര്യ എന്ന് പറയുമ്പോ എല്ലാവർക്കും വായിൽ നിന്ന് തേൻ ഒഴുകുക. മമ്മി അവിടെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അതെല്ലാം വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ്. അവനെ അവളെ എല്ലാം ഏൽപ്പിച്ച് മമ്മി സ്ഥിരമായിട്ട് വീട്ടിലിരിക്കാൻ പോവാണോ? പോണം മമ്മി. എതിർക്കുന്നവരുടെ മുന്നിൽ ചങ്കുറ്റത്തോടെ തന്നെ നിൽക്കണം. മമ്മിക്കാണോ അവസരം വരാതിരിക്കുന്നത്? കൃത്യമായ അവസരം വരുമ്പോ ഇതെല്ലാം ചേർത്ത് വെച്ച് അടി കൊടുത്താൽ മതി. നിലത്ത് കിടന്ന് പിടഞ്ഞോളൂ അവള്. ശരി, നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ എന്റെ തീരുമാനം മാറ്റാം. പക്ഷേ അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒട്ടും വൈകാതെ. ഈ അടിയേറ്റത് എനിക്കും കൂടിയാണല്ലോ. അതിനുള്ള തീരുമാനം ഞാൻ മനസ്സിലെടുത്തിട്ടുണ്ട്. നാളത്തെ ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ. മമ്മിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. അല്ല, മമ്മിക്കാണല്ലോ കമ്പനിയിലെ പ്രയോറിറ്റി. അത് മനസ്സിലാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, നീ പോയി കിടന്നു. രാവിലെ നമുക്ക് ഇറങ്ങാം. പോകാം. അല്ല, എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങാൻ പത്മ. ഇനി ആരാ വരാനുള്ളത്? വിജയ് നേരത്തെ കമ്പനിയിലേക്ക് പോയല്ലോ. ബാക്കി നമ്മളല്ലേ ഉള്ളൂ. സൂര്യൻ നന്ദിനിയും കൂടി വരട്ടെ. നമ്മളെന്തിനാ അവരെ കാത്ത് നിൽക്കുന്നെ? അവൾ ഒരുങ്ങി ഇറങ്ങുമ്പോ അവളുടെ പിന്നാലെ നടക്കാൻ മാത്രമുള്ളതാണോ നമ്മള്? അല്ല, നിന്നോട് നന്ദിനിയുടെ പുറകെ നടക്കണമെന്ന് ആരാ പറഞ്ഞത്? നീ അപ്പം മുമ്പിൽ നടന്നോ? ഡാഡി വെറുതെ വേഷം കെട്ടല്ലേ?